മലബാറിലെ മാധ്യമ ചരിത്രത്തിൽ ആദ്യമായി ഒരു പത്രമാധ്യമം സംഘടിപ്പിക്കുന്ന കരിയർ ക്ലിനിക്, സുപ്രഭാതം കരിയർ ക്ലിനിക്കിൻ്റെ തിരൂരിലെ സ്റ്റാളിലാണ് നമ്മൾ നിലവിലുള്ളത്. ഇവിടെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മുടെ സ്റ്റാളിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വലിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കൂടെ പ്രിയപ്പെട്ട തിരൂരിൻ്റെ MLA, നമ്മുടെ തിരൂരിൽ നടക്കുന്ന കരിയർ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടകനായിട്ടുള്ള കുറുക്കോളി മൊയ്തീൻ സാഹിബ് ചേരുന്നുണ്ട്. സാറേ, പൊതുവിൽ കുറേ എക്സ്പോകളിലൊക്കെ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടാവും. ആ എക്സ്പോയിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഒരു കരിയർ ക്ലിനിക്, പക്കാ കരിയർ ക്ലിനിക്കാണ് നമ്മൾ സുപ്രഭാതം കണ്ടക്ട് ചെയ്യുന്നത്. ഓരോ കുട്ടിക്കും ഓരോ സ്റ്റാളുകൾ പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. എങ്ങനെയാണ് ഈ തിരൂരിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന സാറ് ഈ ഒരു ക്ലിനിക്കിനെ നോക്കിക്കാണുന്നത്? സുപ്രഭാതം ഒരുക്കിയിട്ടുള്ള ഈ വിദ്യാർത്ഥികൾക്കുള്ള ഈ പ്രോത്സാഹന പരിപാടിയിൽ ഇവിടെ 10-ലധികം സ്റ്റാളുകൾ ഒരുക്കിയിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. തഴക്കവും പഴക്കവുമുള്ള വിവിധ മേഖലകളിൽ വർഷങ്ങളായി പരിചയസമ്പന്നരായിട്ടുള്ള പരിശീലകരുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതുതായി പഠിക്കാനും ഉയരാനും പുതിയ പരിശീലന പരിപാടികൾ ലഭ്യമാക്കണം എന്നാഗ്രഹിക്കുന്നവർക്കും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ അഭിരുചിക്കനുസരിച്ച് സെലക്ഷൻ നടത്താനും ഈ സ്റ്റാളുകൾ ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മലബാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉയർന്നു നിൽക്കുന്ന മാർക്കുകളും ഗ്രേഡുകളാണ് പ്ലസ് 2, 10ാം ക്ലാസ് റിസൾട്ടുകൾ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഈ +1 ഒരു സീറ്റിൻ്റെ അഭാവം കൂടുതലായിട്ട് നിയലിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഒരു അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനൊരു നല്ല രീതിയിൽ മാസ്റ്റർ പ്ലാൻ UDF ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടോ? അത് വിശദമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും വൈകാതെ അതിനൊരു പരിഹാരം ഉണ്ടാകും. കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ അതിനൊരു തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ ഭാവി കൊണ്ട് പന്താടാൻ കഴിയില്ല. അതിന് വേണ്ടത്ര ശ്രദ്ധ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പുതുതായി വന്ന ഗവൺമെൻറ് അതിനു വേണ്ട എല്ലാ ശ്രദ്ധയും ഉണ്ടാകും എന്ന് ഉറപ്പു തരാൻ ഞാൻ ഈ സന്ദർഭം ആഗ്രഹിക്കും. ഒരു കാര്യം കൂടെ, തിരൂരിൽ ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ് അടുത്തൊരു 5 വർഷം ഭരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ തിരൂരിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വിദ്യാഭ്യാസ മേഖലയെ തിരൂരിൽ നമുക്കറിയാം, ഗവൺമെൻറ് മാത്രമല്ല സ്വകാര്യ ഏജൻസികളും മറ്റു സമാന്തര സംവിധാനങ്ങളും ഒക്കെ ഈ മേഖലയിലുണ്ട്. തുഞ്ചത്തെ എത്തച്ഛൻ്റെ നാട് കൂടി കുട്ടികൾ പഠനത്തിന് ഗവൺമെൻറ്റിൻ്റെ സംവിധാനം മാത്രമല്ല ഇപ്പോൾ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ കുട്ടികൾക്ക് ആവശ്യമുള്ള, ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ വിദേശത്തേക്ക് ആളുകൾ പോവുകയാണ്. അവർ വിദേശത്ത് പോയി നേടാൻ കഴിയുന്ന പഠനവും സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് കുട്ടികൾക്ക് അവിടെ അച്ഛനമ്മമാരുടെ, മാതാപിതാക്കന്മാരുടെ ഉപ്പാനൊക്കെ കണ്ട് കുട്ടികൾ പഠിച്ചു ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഒരു സംസ്കാരപരമായിട്ടുള്ള ഉയർച്ച നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുക. അതിനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് എനിക്ക് ഭരണകൂടങ്ങളോടും പറയാനുള്ളത്. താങ്ക് യു. നമ്മുടെ സുപ്രഭാതം കരിയർ ക്ലിനിക്കിൽ പങ്കെടുത്ത ശേഷം എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ച കുട്ടികൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു, ഉഷാറായിരുന്നു, നല്ല ബർത്തായി തോന്നി. ഓക്കെ, നിങ്ങൾ +2 കഴിഞ്ഞ കുട്ടികളാണല്ലേ? ഇനി എന്താ ഫ്യൂച്ചർ? CMA ഇന്ത്യ എടുക്കണം എന്നാണ്. അതിനെക്കുറിച്ച് ഏതെങ്കിലും സ്റ്റാളുകൾ കൃത്യമായിട്ട് അവയർനെസ് തന്നു? IIM സ്റ്റഡീസ് പറഞ്ഞു. ഓക്കെ, ഹാപ്പി അല്ലേ? ഹലോ, നിങ്ങളോ? ഓക്കെ, സെറ്റ്. എങ്ങനെയുണ്ടായിരുന്നു ഒരു കരിയർ ക്ലിനിക്കിൻ്റെ എക്സ്പീരിയൻസ്? എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. കാരണം കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ +10th കഴിഞ്ഞ ഒരു ഭാഗം 3 സ്ട്രീമാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നെ കുറേ ഒരു ഡൗട്ട്, ഒരു വലിയൊരു ഇതിക്ക് നമ്മൾ പോണേ. ഇവിടുത്തെ ഓരോ നമ്മൾ സ്റ്റാളിൽ കയറുമ്പോഴും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവയർനെസ് എന്തൊക്കെ എങ്ങനെയൊക്കെ അതിൻ്റെ സ്കോപ്പ്, എവിടേക്ക് അതിനതുള്ളത്, അല്ല എന്തിനൊക്കെ നീറ്റ്, അങ്ങനെ എല്ലാതും അല്ല കറക്റ്റാക്കി പറഞ്ഞു തന്നു. അപ്പോൾ ഒരു ഡൗട്ട് ക്ലിയറായി. എങ്ങനെയാണ് ഈ കരിയർ ക്ലിനിക്കിനെ കുറിച്ച് അറിയുന്നത്? ഞങ്ങൾ വാട്സപ്പിൽ സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് അന്ന് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും. ഇനി ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അടുത്തതൊരു മെയിൻ ഫോക്കസ്ഡ് ഏരിയ ഉണ്ടാവും, പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ എത്രമാത്രം ഈ ഒരു കരിയർ ക്ലിനിക്ക് സഹായകരമായിട്ടുണ്ട്? വളരെ നന്നായിട്ട്. കാരണം നമ്മൾ ടീച്ചിങ് ആണെന്ന് പറയുമ്പോൾ അതിന് ഓരോ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പെല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു, ഇതെടുത്ത് ഇന്നതെടുത്ത് അടുത്തടുത്ത് പോകണമെന്ന് നല്ല കറക്റ്റാക്കി പറഞ്ഞു തന്നു. എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ്. ഓക്കെ,